السلام عليكم ورحمة الله تعالى وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബലിപെരുന്നാൾ ആത്മാവിൻ്റെ ആഘോഷമാണ്. ആത്മീയതയാണ് അതിൻ്റെ അടിയാധാരം. ബലിപെരുന്നാളിൻ്റെ ഓളങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ചരിത്രത്തിൻ്റെ ഓളങ്ങളിലേക്കാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹായുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രത്തിലേക്കാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹായിൽ ഒരു കുഞ്ഞിക്കാല് കാണുകയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ആ കുട്ടിയെയും സ്വന്തം ഭാര്യയെയും മക്കയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൊണ്ടാക്കുകയും അവിടെ നിന്ന് പിരിഞ്ഞുപോയി വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ ഓർഡർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സ്വപ്നത്തിലൂടെ ലഭിക്കുകയാണ്. സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയെ അറിയിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന എന്തു തന്നെയാണോ അത് താങ്കൾ നടപ്പിലാക്കുക, ഞാനത് സഹിക്കുവാൻ തയ്യാറാണ് എന്ന ഒരു ദൃഢപ്രതിജ്ഞ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ നിന്ന് ലഭിച്ചപ്പോൾ തൻ്റെ മകനെയും കൂട്ടി മിനാ താഴ്വരയിലേക്ക് പോവുകയും അവിടെ വെച്ച് അറുക്കുവാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി ആ ഒരു ഘട്ടം അള്ളാഹുവിൻ്റെ ആജ്ഞ ഉണ്ടാവുകയാണ്. ഓ ഇബ്രാഹിം, നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു. മകന് പകരമായി ആടിനെ അറുത്ത് നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുക. അങ്ങനെ സ്വർഗത്തിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറുക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. ഈ ഒരു മഹാസംഭവം അത് അയവിറക്കുന്ന ഈ ഒരു വേളയിൽ നാം നമ്മുടെ നാടുകളിൽ ബലിമൃഗത്തെ അറുത്ത് അത് പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചരിത്രങ്ങൾ കാലത്തിൻ്റെ കേവലം പ്രതികരണങ്ങൾ മാത്രമല്ല, വരും തലമുറയിലേക്കുള്ള പാഠങ്ങളാണ്. നാം മനസ്സിലാക്കിയെടുക്കേണ്ട ചരിത്ര സംഭവങ്ങളാണ്. ബലിപെരുന്നാൾ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നതും അതുതന്നെയാണ്. അർപ്പണബോധത്തിൻ്റെയും ത്യാഗസന്നദ്ധതയുടെയും വിജയാവരണങ്ങളാണ്. അതാണ് തക്ബീർ ധ്വനികളിലൂടെ നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.